ബദറിന്റെ ഓരത്തുകൂടെ ഞാൻ നടക്കുമ്പോ, ബദർ എന്ന് പറയുന്ന ശുഹദാക്കള് അന്തിയുറങ്ങുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഖലീബ് ബദർ ഉള്ളത്. ബദറിലെ പൊട്ടക്കിണർ, അബൂജഹലും കൂട്ടരൊക്കെ കിടക്കുന്നത് അവിടെയാണ്. ആ പരിസരത്തുകൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒരു കുടിയിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു. അയാളുടെ പെരടിയിൽ ഒരു ചെങ്ങലയുണ്ട്. ആ ചെങ്ങലയും വലിച്ചയാൾ നടക്കുന്നു. എന്നെ വിളിക്കുന്നു, യാ അബ്ദുല്ലാ ഇസ്കിനി, അബ്ദുള്ള എനിക്ക് വെള്ളം തരണം, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് വെള്ളം തരണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, എന്റെ പേര് അറിഞ്ഞിട്ട് വിളിച്ചതാണോ? അതല്ല, അറബികൾക്കൊരു പതിവുണ്ട്, ആരെയും അബ്ദുള്ള എന്ന് വിളിക്കുന്നൊരു പതിവുണ്ട്. ആ പതിവനുസരിച്ച് ഇയാൾ വിളിച്ചതാണോ എന്നറിയില്ല. എന്റെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, അയാൾ എനിക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ ഉടനെ അതേ കുഴിയിൽ നിന്ന് മറ്റൊരാൾ പുറത്തേക്ക് വന്നു. രണ്ടാമത് വന്ന ആളെ കടിയിൽ നീളമുള്ളൊരു ചാട്ടവാറുണ്ട്. ആ ചാട്ടവാറ് കൊണ്ട് ചെങ്ങലയിൽ കുരുക്കിയ മനുഷ്യനെ അടിക്കുന്നു, കൊളത്തി വലിക്കുന്നു. എന്നോട് പറയുന്നു, അബ്ദുള്ള ഇയാൾക്ക് വെള്ളം കൊടുക്കരുത്, ഫഇന്നഹു കാഫിർ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ്, സത്യനിഷേധിയാണ്, വെള്ളം കൊടുക്കരുത്. പിന്നെ ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു. ആ അടിയോടുകൂടെ അയാൾ കുഴിയിൽ പോയി മറിഞ്ഞു വീണു. ഈ സംഭവം കണ്ട് ഞാൻ ഉടനെ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇങ്ങനെ രംഗം കണ്ടു. തങ്ങൾ എന്നോട് ചോദിച്ചു, നിങ്ങളത് കണ്ടോ? അതേ നബിയെ ഞാനത് കണ്ടു. ആരാണെന്ന് മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായില്ല. അബൂജഹൽ, അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹലാണത്. ചെങ്ങലയിൽ കുരുക്കപ്പെട്ട മനുഷ്യൻ അബൂജഹലാണ്. ചാട്ടവാറ് കൊണ്ടാണ് അവന് അടികൊള്ളുന്നത്. ദാഹം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അവൻ വെള്ളം ചോദിച്ചത്. ഖിയാമത്ത് നാൾ വരെ ഖബറിൽ അവനുള്ള ശിക്ഷ ഇങ്ങനെ തന്നെയാണ്. ചാട്ടവാറ് കൊണ്ട് എപ്പോഴും അവന് അടി ലഭിച്ചുകൊണ്ടിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ചെറിയൊരു രംഗമാണ്. ഓ സഹോദരങ്ങളെ, ആ ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, ചെറിയ ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ എല്ലാം ഖബറിന്റെ ഉള്ളിൽ കാണാം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട എത്രയോ സ്വാലിഹീങ്ങളുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് പരിസരത്ത് അവരുടെ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന കുറവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് വന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഒരിക്കലും നമുക്കങ്ങനെ ഉണ്ടാകരുത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഇതേ സംഭവം കഴിഞ്ഞ് മഹാനവറുകൾ അതാ പറയുന്നു, ഞാൻ അന്നത്തെ രാത്രി വൃദ്ധയായൊരു മാതാവിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. ആ മാതാവിനെ സൽക്കരിച്ചു. ആ വീടിന്റെ തൊട്ട് പരിസരത്ത് തന്നെ ഒരു ഖബറുണ്ട്. ആ ഖബറിൽ നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുന്നു. എന്താ ശബ്ദം? ബൗലുൻ വമാ ബൗൽ, ശന്നുൻ വമാ ഷൻ. മൂത്രം. എന്തൊരു മൂത്രം? രണ്ടാമത് പറഞ്ഞത് ശന്നുൻ വമാ ഷൻ, തോൽപാത്രം. എന്താ തോൽപാത്രം? ഈ രണ്ട് വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഉറക്കെ പറയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ആ വൃദ്ധയായ ഉമ്മയോട്, എന്താണ് കേൾക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, കാന ഹാദാ സൗജല്ലി, എന്റെ ഭർത്താവാണത്. ആ ഖബറിൽ വെച്ച് ശബ്ദമുണ്ടാക്കുന്നത് എന്റെ ഭർത്താവാണ്. അദ്ദേഹം എപ്പോൾ മൂത്രമൊഴിച്ചാലും മൂത്രമൊഴിക്കുന്നത് തീരെ വൃത്തിയാക്കുന്നത് തീരെ പരിഗണിക്കൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ എന്നൊരു ഹദീസ് ഇമാം ഖുർത്തുബി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഠിനാണ്. ഖബറിൽ അധിക ശിക്ഷയും മൂത്രത്തിന്റെ കാരണത്തിനാലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് ഇസ്തിബ്റാവൊക്കെ ചെയ്യേണ്ട രൂപത്തിൽ ചില ആളുകൾക്കൊന്ന് കൂറ്റനക്കിയാൽ മതിയാകും, ചിലർക്കതുകൊണ്ട് തീരൂല. ഒന്ന് എഴുന്നേറ്റിരിക്കേണ്ടി വരും. എഴുന്നേറ്റിരിക്കുമ്പോ അവിടെ ഇവിടെ നജസാകാൻ പാടില്ല. കൃത്യമായത് പിടിക്കാനും അത് സൂക്ഷിക്കാനൊക്കെ അറിയണം. ചിലർക്ക് കുറച്ച് നടക്കേണ്ടി വരും. ശരീരം പലതും പല രൂപത്തിലാണ്.
ചിലർ കുറെ 2-3 പ്രാവശ്യം തുടരെ കൂറ്റനക്കേണ്ടി വരും. അപ്പൊ അവിടെ ഇങ്ങനെ 1-2 തുള്ളിയോ ആയിരിക്കും ഉണ്ടാകുക. നമ്മുടെ നടത്തത്തിൽ അതിങ്ങോട്ട് ഉറ്റിയാൽ പിന്നെ നമ്മുടെ കാലിലും നമ്മുടെ വസ്ത്രത്തിലൊക്കെ ആയി നമ്മളെ നിസ്കാരവും നമ്മുടെ ബാക്കി അമലുകളൊക്കെ പോയി, നഷ്ടാണ്. നമ്മൾ ഇനി 20 റക്അത്ത് തറാവിയാണ് നിസ്കരിക്കുന്നെങ്കിലും ഈ നജസോടുകൂടെ അല്ലാഹു തആല അത് സ്വീകരിക്കൂലല്ലോ. നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. മിക്ക ആളുകൾക്കും അശ്രദ്ധ വരുന്ന ഒരു മേഖലയും കൂടിയാണത്. നിന്ന് മൂത്രമൊഴിക്കരുത്, മൂത്രം മുഴുവനായി പോകൂല. ഇരുന്ന് തന്നെ ആ പറഞ്ഞ ക്രമത്തിൽ തന്നെ മൂത്രമൊഴിക്കണം. മൂത്രം അങ്ങനെയാണ് ഒഴിക്കേണ്ടത് എന്നുള്ളത് നമ്മളോട് ഹദീസിൽ പഠിപ്പിച്ചു തന്നതിന്റെ പുറമെ ജീവികളിലൊക്കെ നോക്ക് നിങ്ങൾ, അല്ലാഹു തആല മൂത്രം മുഴുവനും പുറത്തേക്ക് തള്ളാനൊരു സംവിധാനം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പൂച്ച മൂത്രമൊഴിക്കുമ്പോ ഒരു പ്രസ്സിങ് കാണാം, ഒരു തുള്ളി പോലും ഉറ്റി നിൽക്കൂല, പെട്ടെന്ന് പുറത്തേക്ക് വരും. നായ മൂത്രമൊഴിക്കുമ്പോ ഒരു കാല് പൊക്കിയിട്ട് മറ്റേ കാലിൽ അവലംബിക്കുന്നത് കാണാം. അവരൊക്കെ അതേ രൂപത്തിൽ തന്നെ ചെയ്യുന്നു. പക്ഷെ മനുഷ്യനത് പറഞ്ഞാൽ കേൾക്കണ്ടേ? അവനങ്ങ് പൊക്കിയിരിക്കും, പോകാനുള്ളത് പോയി, ബാക്കിയുള്ളത് അവിടെ എന്ന് കരുതി എണീറ്റ് വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ബൗലുൻ നമാ ബൗൽ എന്ന് ഖബറിന്റെ ഉള്ളിൽ വിളിച്ചു പറയാൻ കാരണം എന്റെ ഭർത്താവ് മൂത്രയിക്കുമ്പോ തീരെ ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു. എത്ര ഞാൻ പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിന് അത് അത്ര അദ്ദേഹം പരിഗണിക്കാറുള്ളൂ. നമ്മൾ ഈ അശ്രദ്ധക്കൊക്കെ കിട്ടുന്ന ഒരു മധുരാണ് ഖബറിൽ, ശിക്ഷയാണ്. അപ്പൊ രക്ഷപ്പെടുത്താൻ ആരും വരൂല, ആരുണ്ടാകൂല രക്ഷപ്പെടുത്താൻ. ദുനിയാവും തന്നെ ശ്രദ്ധിക്കണം. നജസുമായിട്ട് ഇങ്ങനെ നടക്കരുത്. വസ്ത്രത്തിലും ശരീരത്തിലും കൃത്യമായിട്ടത് വൃത്തിയാക്കാനുള്ള അറിവ് വേണം. വീടുകളിലും സഹോദരന്മാരും സഹോദരിമാരും നല്ലോണം പരിഗണിക്കണത്. എല്ലായിടത്തും കുട്ടികളെ മൂത്രമായിട്ട് വൃത്തിയാക്കാൻ കഴിവില്ലെങ്കിൽ നജസോട് നജസ്, പായയിലും നജസ്, നിസ്കാരക്കുപ്പായത്തിലും നജസ്, മുസല്ലയിലും നജസ്, എല്ലായിടത്തും നജസ്. കുട്ടികളെ മൂത്രയിക്കാൻ വേണ്ടി മൂത്രയിക്കുന്നിടത്തേക്ക് പോയി മൂത്രയിച്ചൂടെന്ന് പറയുമ്പോ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അത്ര ഉണ്ടാവുള്ളൂ. അവരൊരു പക്ഷെ കറക്കി മൂത്രയിക്കൊന്നായിട്ട്, കറക്കി മൂത്രയിക്കാരണം നമ്മൾ കാല് വെക്കുന്നിടത്തൊക്കെ മൂത്രമായിട്ടുണ്ടാവും. അവർക്കൊന്ന് രസമായി തോന്നിയിട്ടുണ്ടാവും. അവരെ ഇരുത്തിക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ മൂത്രയിക്കണം, ഇങ്ങനെ കഴുകണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പോയണ്ടോ ഒഴിച്ചൂടെ പറഞ്ഞാൽ പോരാ, അത് പറയാം എല്ലാവർക്കും സുഖ. അപ്പൊ കുട്ടി പോയിട്ട് വാതിലടച്ചിട്ട് ആ നിന്നിടത്തന്നെ എല്ലായിടത്തും കൊണ്ടുപോയിക്കും. അപ്പൊ പിന്നെ എത്ര ആള് അങ്ങോട്ട് ഉദു കൊടുക്കാൻ കയറുന്നുണ്ടോ, വേറെ എന്തെങ്കിലും വെള്ളം എടുക്കാൻ കയറുന്നുണ്ടോ, അവരെ കാലുമലൊക്കെ ആയി. അവര് നടന്നു വന്ന് കയറുന്ന എല്ലാ റൂമിലും നൈസായി. കാര്യത്തിലാണെങ്കിൽ അവർ ഈ വിഷയം അറിയുന്നില്ല. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. നജസ് വൃത്തിയാക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന തരത്തിലുള്ള കല്ലാണ് പതിക്കുന്നത്. ആ കല്ലിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ അവിടെ പോയാൽ സത്യത്തിൽ മൂത്രത്തിന്റെ ഒന്നും കാണാനുണ്ടാകൂല. പക്ഷെ നജസ് ഉണ്ട് അവിടെ. ഹുക്മിയ നജസ് എന്ന് പറയും ഇസ്ലാമിൽ. അതിന് ഹുക്മിൽ അവിടെ നജസ് ഉണ്ട്, നജസ് നീങ്ങിയിട്ടില്ല. ഇനി നനഞ്ഞ കാലുമായിട്ട് ചവിട്ടി വരുമ്പോ ഈ നജസിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത്. അതേ നനഞ്ഞ കാല് ആ ചവിട്ടിലൂടെ നേരെ പോയി നിസ്കാരപ്പായൽ ചവിട്ടിയ നിസ്കാരം പോയി, ആകെ നഷ്ടായി. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ വിഷയം. ആ ഹദീത്ത് കണ്ടപ്പോഴാണ് ഞാനത് കൂടുതൽ നിങ്ങളോട് പറഞ്ഞത്. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ അധിക ശിക്ഷയും മൂത്രത്തിന്റെ പേരിലാണ്, അതിന്റെ കാരണത്താലാണ്. തങ്ങളാ കാലത്ത് രണ്ടാളുകളെ ഖബറിലുള്ള ശിക്ഷക്ക് തഖ്ഫീഫ് കൊടുക്കാൻ വേണ്ടി പച്ചക്കൊള്ളി കൊത്തിവെച്ചു കൊടുത്തപ്പോഴും ഒരാളെ ഖബറിന്റെ വിഷയം പറഞ്ഞ അങ്ങനെയല്ലേ, അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തബ്രിഉ മിനൽ ബൗൽ. ഈ രണ്ടാളുകളും ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. സ്വഹാബ, നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും കാണുന്നില്ലല്ലോ, ഇവർക്ക് ശിക്ഷയുണ്ട്. അതിൽ ഒരാള് മൂത്രയിക്കുന്നത് മുഴുവനായിട്ടും പുറത്തേക്ക് ഒഴിക്കാറില്ല, ഇസ്തിബ്റാ ചെയ്യാറില്ല. അതാണ് ഒരാളെ കുഴപ്പം പറഞ്ഞത്.